സദ്ഗുരുഭ്യോ നമഃ. ഓം പം പരദേവതായൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം പിം പിതൃഭ്യോ നമഃ. ഓം രം രാമായ നമഃ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസം രാമായണ മാസമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ആചരിക്കുകയാണ്, അനുഷ്ഠിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. വീടുകളിലും ക്ഷേത്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം അത് സംബന്ധമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും രാമായണം ഈ മാസം നിറഞ്ഞു നിൽക്കുകയാണ്. പത്രതാളുകളിലും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും രാമായണ മാസാചരണം എന്തിനാണ് എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. രാമായണത്തിൽ ഇന്നും പലതും ഉത്തരം കൊടുക്കേണ്ട വിഷയങ്ങളായി അവശേഷിക്കുന്നു എന്നുള്ളത്, പലർക്കും പലതും ബോധ്യപ്പെടാനിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. രാമൻ ഇന്നും അപവാദങ്ങൾക്ക് വിഷയമായിക്കൊണ്ടിരിക്കുന്നു. രാമായണം ആക്ഷേപത്തിന് പാത്രമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈശ്വരീയമായ സങ്കല്പങ്ങൾ പലതും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ശരിയായ വ്യാഖ്യാനം നടത്തുവാൻ നമ്മൾ ശ്രമിക്കുകയും ഗ്രന്ഥ താൽപ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കി ഗ്രന്ഥത്തെ ചർച്ച ചെയ്യുവാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ടാവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രാമായണത്തെ ആക്ഷേപിക്കുന്നവരും അതുപോലെ തന്നെ രാമായണത്തിലുള്ള വിവിധ കഥാപാത്രങ്ങളെ, രാമൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളെ സംശയിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ അപവാദത്തിന് വിധേയമാക്കുന്നവരും ഒക്കെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രാമായണം എന്ന് പറയുന്ന മഹാഗ്രന്ഥം രചിച്ചത് വാൽമീകി മഹർഷിയാണ്. ആ വാൽമീകി മഹർഷിക്ക് രാമായണം രചിക്കുവാൻ തോന്നിയതിൻ്റെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം വളരെ വ്യക്തമാണ്. ധർമ്മം എന്താണ് എന്ന് സമൂഹത്തെ, ജനതയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതാണ് രാമായണം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ താൽപ്പര്യം. രാമനാണ് രാമായണത്തിലെ ഹീറോ അല്ലെങ്കിൽ നായകൻ എന്നുള്ളത് കൊണ്ട് തന്നെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള ഒറ്റ വരിയിൽ നിന്ന് രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് എന്നുള്ള സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായ രാമൻ്റെ ചെയ്തികളെല്ലാം തന്നെ ധർമ്മമാണ് എന്ന് ചിന്തിക്കുവാനുള്ള സാമാന്യ ബുദ്ധി രാമായണത്തിൽ കൈവയ്ക്കുന്നവരും രാമായണത്തിലേക്ക് കടന്ന് ചിന്തിക്കുന്നവരും രാമായണത്തെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നവരും മനസ്സിലാക്കിയാൽ നന്ന്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം, നാരീ ശക്തി, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ, പല സങ്കല്പങ്ങളിൽ ഫെമിനിസം എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായി നടന്നു വരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് പല ശമ്പള പണ്ഡിതന്മാരും എന്ന് തന്നെ പറയണം, ശമ്പളം വാങ്ങി പാണ്ഡിത്യത്തിൻ്റെ ഗർവ് കാണിച്ച് സർക്കാരിൻ്റെ കസേരകളിൽ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ, പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി കാശ് വാങ്ങി അല്ലെങ്കിൽ അവാർഡിനായി പ്രവർത്തിക്കുന്നവർ ഒക്കെ ഇങ്ങനെ പല രീതിയിൽ രാമായണം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ, അതിൽ ചിലരൊക്കെ രാമൻ ചെയ്തത് തെറ്റാണ്, ലക്ഷ്മണൻ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറയുന്നതിന് ശൂർപ്പണഖയെയും വിഷയമാക്കുന്നുണ്ട്. ശൂർപ്പണഖയുടെ മൂക്കും കാതും മുലയും ഒക്കെ ഛേദിച്ചു കളഞ്ഞത് സ്ത്രീത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണെന്നും സ്ത്രീത്വത്തെ മാനിക്കാത്ത ഒരു സംസ്കാരമാണ് രാമായണത്തിലൂടെ നിലനിൽക്കുന്നതെന്നും ഒക്കെയുള്ള ആക്ഷേപമാണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. അത് മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് എങ്ങനെ കഴിയും? രാമായണം വായിക്കുന്നവർക്ക് രാമായണത്തോടൊരു ബഹുമാനം തോന്നണമെങ്കിൽ
രാമായണത്തിൻ്റെ തത്വമെന്ത് എന്ന് ഗ്രഹിക്കണം. അതാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്. രാമൻ്റെ തത്വം നമ്മൾ പറഞ്ഞു, രാമോ വിഗ്രഹവാൻ ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ രാമായണത്തിലെ ഓരോ കഥാപാത്രവും പ്രതിനിധാനം ചെയ്യുന്ന ചില തത്വങ്ങളുണ്ട്, ചില ആശയങ്ങളുണ്ട്. പ്രതീകാത്മകമായ ചിത്രീകരണമാണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത്. അതിൽ യോഗശാസ്ത്രമുണ്ട്, അതിൽ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, അതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ സാമൂഹ്യ നീതിയുണ്ട്. അതിലില്ലാത്തതൊന്നും തന്നെ ഇല്ല. ഒരു സമൂഹത്തിൻ്റെ തനതായ സമഗ്രമായ വളർച്ചയ്ക്കുതകുന്ന രീതിയിൽ ഉള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സാരാംശങ്ങളും രാമായണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശൂർപ്പണഖ എന്നുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിനു നേരെ വാള് പ്രയോഗിച്ച് ആ ശൂർപ്പണഖയുടെ കാതും മുലയും മൂക്കും ഛേദിച്ച ലക്ഷ്മണൻ്റെ പ്രവൃത്തിയെ എങ്ങനെ ന്യായീകരിക്കാൻ ആകും? അതാണൊരു പ്രധാന വിഷയം. ശരിയായി ഇതിന് മറുപടി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. രാമായണത്തെ ബഹുമാനിക്കുന്ന നമുക്കത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ രാമായണം പാരായണം ചെയ്തിട്ട് എന്താണ് പ്രയോജനം? അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണോ നമ്മൾ ശൂർപ്പണഖയെ കാണേണ്ടത്? എല്ലാവർക്കും ആകർഷണം തോന്നത്തക്ക രീതിയിലുള്ള രൂപം സ്വീകരിച്ചുകൊണ്ടാണ് ആ പഞ്ചവടിയിലേക്ക് രാമൻ്റെ സമീപത്തേക്ക് കടന്നു വന്ന് എന്താ പറയുന്നത്? രാമൻ എവിടെ നിന്നാണ് വരുന്നതെന്നും ആരാണ് എന്നുമൊക്കെ ചോദിക്കുന്നു. ആരടോ ഭവാൻ ചൊല്ലിയിട ആരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചത് താപസവേഷമെന്നും. അതാണ് ശൂർപ്പണഖയ്ക്ക് അത്ഭുതം തോന്നിയത്. ഇത്രയും സുന്ദരനായ ഒരു മനുഷ്യൻ എന്തിനാണ് ഈ താപസവേഷം ധരിച്ചിട്ട്? ഒരു കുറവുമില്ല, ഒരു ഉത്തമ പുരുഷനാണ് കാഴ്ചയിൽ. എന്തിനാണ് ഇങ്ങനെ വൽക്കലവും ജടയുമൊക്കെ ധരിച്ച് ഈ കാട്ടിൽ കഴിയുന്നത്? ചോദിക്കുകയാണ്. വനഭോജ്യങ്ങൾ കഴിച്ച് എന്തിനാണ് ഇവിടെ ഈ കഴിയുന്നത്? രാജസുഖം അനുഭവിക്കേണ്ടതല്ലേ? അപ്പോൾ അവിടെ നിന്നുകൊണ്ട് രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ രാമൻ പറയുന്നു, എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത, ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണൻ ഇവനോടോ. എൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്നത്, അപ്പുറത്ത് നിൽക്കുന്നത് ലക്ഷ്മണനാണ്. അതുകൊണ്ട് മറ്റൊരാളിനെ ഭാര്യയാക്കാൻ എനിക്ക് കഴിയുകയില്ല. ഇനിയൊരു ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് കഴിയില്ല. അത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഞാനാണെങ്കിൽ ഏകഭാര്യാവ്രതക്കാരനാണ് എന്നത് കേട്ട് അനന്തരം ചൊല്ലിനാൻ നിശാചരി, എന്നോടുകൂടെ പോന്ന് രമിച്ചു കൊള്ളേണം നീ, നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. അവിടെ ആവശ്യപ്പെടുന്നത് എന്നോടൊപ്പം വന്ന് എന്നോടൊപ്പം രമിച്ചു കൊള്ളണം, എന്നോടൊപ്പം ജീവിക്കണം, എന്നെ നീ കല്യാണം കഴിക്കണം എന്നാണ്. അവിടെ ജ്ഞാനിക തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം, ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ, മാനസയെ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. ഈ സീതാദേവി എൻ്റെ പത്നിയാണ്, അവളെ ഉപേക്ഷിക്കാൻ യാതൊരു വിധത്തിലും എനിക്ക് കഴിയുകയില്ല. ഞാൻ നിന്നെ കല്യാണം കഴിച്ചാൽ അങ്ങനെ മറ്റൊരു പത്നി എന്നുള്ള നിലയിൽ നിനക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ അതെനിക്ക് സഹിക്കാനാവുന്നതുമല്ല. രാമൻ അങ്ങനെയൊക്കെ പറയുകയാണ്. സാപത്ന്യോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ഉപായം കാണുന്നത്? ലക്ഷ്മണൻ മമ ഭ്രാത, ഇതാ ലക്ഷ്മണൻ നിൽക്കുന്നുണ്ട്, എൻ്റെ സഹോദരനാണവൻ, അവൻ സുന്ദരനാണ്, മനോഹരനാണ്. നീയാണെങ്കിലോ ലക്ഷ്മീദേവിക്കൊക്കും, ലക്ഷ്മീദേവിയെപ്പോലെയാണ് നിന്നെ കാണാനും, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനോട് നീ ആവശ്യപ്പെടൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ രാമനെ സ്നേഹിച്ചാണ് രാമനോട് പ്രണയാഭ്യർത്ഥന വിവാഹാഭ്യർത്ഥന നടത്തിയതെങ്കിൽ ആ മനുഷ്യനെ വിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് മറ്റൊരാളിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നത്? അപ്പോൾ സുന്ദരനായ മറ്റൊരാളായാലും മതി എന്ന് ചിന്തിക്കുന്ന ഒരു വികാരമാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിനെയാണ് കാമം എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് ശൂർപ്പണഖ കടന്നു ചെന്ന് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നതോ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നുടെ പരമാർത്ഥം നിന്നോട് ഞാൻ പറഞ്ഞിടാം, മന്നവനായ രാമൻ തന്നുടെ ദാസൻ. ഞാനാണെങ്കിലോ രാമൻ്റെ ദാസനാണ്. ഞാൻ 14 വർഷം രാമനോടൊപ്പം വനവാസത്തിന് വന്നിരിക്കുകയാണ്. ഉറക്കമില്ലാതെ പാദസേവ ചെയ്ത് ഞാൻ എൻ്റെ തപസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എനിക്ക് നിന്നെ സ്വീകരിക്കുവാൻ ആകില്ല. നീ ചെന്ന് രാമനോട് തന്നെ പറയൂ, ഞാൻ നിന്നെ വിവാഹം ചെയ്താൽ, രാമദാസനാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്ന പക്ഷം നീ ദാസിയായി പോകും. അത് ശരിയല്ല, നീ രാമനോട് തന്നെ പറയൂ എന്നാണ്.
അങ്ങനെ രാമൻ്റെ അടുത്ത് വീണ്ടും ചെല്ലുകയാണ്. രാമൻ്റെ അടുത്ത് വീണ്ടും ചെല്ലുമ്പോൾ രാമൻ വീണ്ടും തന്നെ അവിടെ ശൂർപ്പണഖയെ പറഞ്ഞ് ലക്ഷ്മണൻ്റെ അടുത്ത് അയക്കുകയാണ്. ഇവിടെ ലക്ഷ്മണനുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. സുന്ദരിയായ ഒരു സ്ത്രീയാണ് അവിടെ വന്നിരിക്കുന്നത്. ശൂർപ്പണഖ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന രാക്ഷസീയമായ വേഷമല്ല. അത്ര സുന്ദരിയായ ഒരു വ്യക്തിയെ രാമൻ തന്നെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ രാമൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് വന്നത് എന്ന് ധരിക്കാനുള്ള ബുദ്ധിമോശം എന്തായാലും ലക്ഷ്മണൻ അവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ ധരിക്കണം. ഈ അവസരം തന്നെയാണ് ഒരു വിവാഹം കഴിക്കാൻ എന്നുള്ളതൊന്നും ചിന്തയില്ല. എന്തായാലും രാമൻ്റെ സേവകൻ എന്നുള്ള നിലയിൽ, ദാസൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു സാധകൻ എന്നുള്ള നിലയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ലക്ഷ്മണൻ ആ അപേക്ഷ നിരസിക്കുകയാണ്. നിരസിച്ച് വീണ്ടും രാമൻ്റെ അടുത്ത് ചെല്ലുന്നു. സീതയാണ് ഇതിന് തടസ്സമെന്ന് മനസ്സിലാക്കിയിട്ട് സീതയെ ആക്രമിക്കുന്നതിന് വേണ്ടി ശൂർപ്പണഖ പുറപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ ആ മായാരൂപം മാറ്റി ഘോരരാക്ഷസിയായ ആ ശൂർപ്പണഖയുടെ രൂപമാണ് പിന്നെ അവിടെ കാണുന്നത്. അപ്പോഴെന്താ ചെയ്തത്? ചാടി പുറപ്പെട്ട് സീതയെ ആക്രമിക്കുവാനായിട്ട് വരുന്ന സമയത്താണ് ലക്ഷ്മണൻ വാളൂരിയിട്ട് കാതും മൂക്കും മുലയും ഒറ്റ വെട്ടിനു തന്നെ ഛേദിച്ചത്. ഇതാണ് സന്ദർഭം. ഇത് എന്തിനാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാ അങ്ങനെ ചെയ്തത്? കാതും മുലയും മൂക്കും വെട്ടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്ന് മൂക്കാണ്. മൂക്ക് മുറിക്കുമ്പോൾ തന്നെ സൗന്ദര്യം പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ മുല ഛേദിച്ചു കഴിഞ്ഞു. കാത് പോയി. കാതും മുലയും മൂക്കും പോയി. അപ്പോൾ മൂക്ക് സൗന്ദര്യത്തെയും അതുപോലെ തന്നെ മുല വികാരത്തെയും കാമത്തെയും ആണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ അവിടെ ലക്ഷ്മണൻ്റെ വാളുകൊണ്ട് അത് മാറി എന്ന് പറയുമ്പോൾ ഒരു സാധകൻ്റെ മനസ്സിലുള്ള സൗന്ദര്യബോധവും കാമചിന്തയും അവിടെ നഷ്ടപ്പെട്ടു, അവിടെ ഇല്ലാതായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും കാമചിന്തയുണ്ട്. ആ കാമചിന്ത എന്ന് പറയുന്നത് വികാരം എന്ന് പറയുന്ന ഒന്നിൽ അധിഷ്ഠിതമായിരിക്കുന്നതാണ്. അതൊരു വികാരമാണ്. അത് ആധ്യാത്മികമായ സാധനയ്ക്കും ആധ്യാത്മികമായ പുരോഗതിക്കും അത് തടസ്സമാണ്. അതിനെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ, അതിൻ്റെ പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ മാത്രമേ മോക്ഷപദവിക്ക് നമ്മൾ അർഹരാവുകയുള്ളൂ.